ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചില്ലി ഗാർലിക് മഷ്റൂം റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്നാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് വിഭവമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു മഷ്റൂം റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ മഷ്റൂം 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഈ മഷ്റൂം ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്, കാരണം മഷ്റൂം വെള്ളം വലിച്ചെടുക്കും. അപ്പം നമ്മുടെ കറിക്ക് ഒരുപാട് വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള സ്ലൈസ് ചെയ്തത് ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയൊക്കെ മതി. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 5 മുതൽ 7 വരെ വെളുത്തുള്ളി ആകാം. പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ്, റെഡ് ചില്ലി, അതൊരു 7 മുതൽ 8 വരെ. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില കൂടി വേണം. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ മഷ്റൂം റോസ്റ്റ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാരയും ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്താൽ മതിയാകും. ഒരുപാട് വെള്ള രൂപത്തിലാവരുത്. അപ്പോൾ ഇതാണ് ആ പേസ്റ്റ്. ഇനി നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചു. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്നും വഴറ്റണ്ട. ജസ്റ്റ് ഒന്ന് ആ ഉള്ളി ഒന്ന് കറിയിൽ വഴന്ന് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക. മഷ്റൂം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്ത് വേണം കൊടുക്കാൻ. ഒരുപാട് ചെറുതാവണ്ട, എങ്കിലും 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം കൊടുക്കാൻ. ഇനി ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മഷ്റൂമിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇനി മസാലയൊക്കെ നന്നായിട്ട് മഷ്റൂമിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം മഷ്റൂം വളരെ സോഫ്റ്റാണ്. അത് മാത്രമല്ല, ഈ മഷ്റൂമിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മസാലയും ഉപ്പിൻ്റെയൊക്കെ ആ മഷ്റൂമിൽ പിടിക്കുന്നത്. അപ്പം ഇനിയാണ് നമ്മൾ ടേസ്റ്റ് നോക്കേണ്ടത്. അല്ലാതെ ഉപ്പില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് ഉപ്പ് കൂടും. അതുകൊണ്ട് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് മസാല കൂണിലേക്ക് പിടിക്കുന്നത്. വീണ്ടും ഞാനൊന്ന് കുക്ക് ചെയ്തു. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് മഷ്റൂമിൽ പിടിക്കണം. അതാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ കാര്യം കൂടെ ചേർത്താൽ മതി. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി മല്ലിയില ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചില്ലി ഗാർലിക് മഷ്റൂം റെഡിയാകും. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി യമ്മി ആയിട്ടുള്ള ചില്ലി ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ വിളമ്പിക്കഴിഞ്ഞു. ഒരു ചൈനീസ് ലുക്കൊക്കെ തോന്നുന്ന ഈ അടിപൊളി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.